പത്തനംതിട്ട കൊടുമണ്ണിൽ ഓട നിർമ്മാണത്തിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന ആരോപണത്തിൽ റവന്യൂ വിഭാഗം പ്രദേശത്ത് സർവേ നടപടികൾ തുടങ്ങി. റോഡിന്റെ വീതിയും പുറമ്പോക്ക് ഭൂമിയും ഉദ്യോഗസ്ഥർ അളന്ന് തിട്ടപ്പെടുത്തും. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ മുൻവശം ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്നാണ് പരാതി. കോൺഗ്രസ് ഓഫീസിന്റെ മുൻവശം അളക്കാൻ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് സ്ഥലത്തേക്ക് എത്തി. വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, അളക്കലും തർക്കവും ഒക്കെ ഒരേപോലെ തുടരുകയാണോ അവിടെ? സുജിയ, ഇപ്പോൾ കൊടുമണ്ണ് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ നേരിയ ഒരു വാക്കുതർക്കവും സംഘർഷവും നടക്കുകയാണ്. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് കോൺഗ്രസ് ഓഫീസിന്റെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തി. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് ആളുകളും ഉണ്ടായിരുന്നു. തുടർന്ന് ടേപ്പ് ഉപയോഗിച്ച് കോൺഗ്രസ് ഓഫീസിന്റെ മുൻവശം അളന്ന് തിട്ടപ്പെടുത്താൻ തീരുമാനിച്ച ആ സന്ദർഭത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഇപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? റോഡ് അളക്കുന്നതിന് ആർക്കാ തടസ്സം? എന്റെ കെട്ടിടത്തിന് മുൻവശം ആർക്ക് വേണമെങ്കിലും അളക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതുപോലെ നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് കാണിച്ചു തരേണ്ട ബാധ്യത എനിക്കുണ്ട്. അതല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് താങ്കൾ ഇവിടെ വന്ന് അളക്കരുത്, റവന്യൂ ഉദ്യോഗസ്ഥർ മാത്രം അളക്കണമെന്നാണ്. ഓഫീസ് അളക്കാൻ ചെന്നില്ലല്ലോ. റോഡ് അളക്കാൻ ആർക്കും വലിയ അവകാശമില്ലേ? റോഡ് അളന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. എന്റെ കെട്ടിടത്തിന്റെ മുൻവശം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അളക്കാം. ഏത് പൗരന് വേണമെങ്കിലും അളക്കാം. ഞാൻ അവിടേക്ക് വരാം. അവിടെ അളന്നപ്പോൾ എത്ര മീറ്റർ വീതിയാണ് കാണിക്കുന്നത്? അവിടെ പീഡബ്ല്യൂഡി റവന്യൂ രേഖകൾ ഉള്ളതിനേക്കാൾ മീറ്ററുകളധികം അവിടെ കിടക്കുന്നത് എല്ലാവരും കണ്ടല്ലോ. ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവിടെ അളക്കുമ്പോൾ ആരാണ് ഭയക്കുന്നത്? എന്തിനാ ഭയക്കുന്നത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ ഭയക്കുന്നത്? ഞാൻ ഭയമില്ലാതെ നിൽക്കുകയല്ലേ? എപ്പോ വേണമെങ്കിലും അളന്നു. ഇവിടെ 15.5 മീറ്റർ 23.7 മീറ്റർ കാണേണ്ട സ്ഥലത്ത് 15.5 മീറ്ററേ ഉള്ളൂ എന്നിരിക്കെ എന്റെ കെട്ടിടത്തിന്റെ മുമ്പിൽ ആവശ്യമുള്ളതിനേക്കാൾ 3 മീറ്റർ അധികം കിടക്കുമ്പോൾ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഇപ്പോൾ ഈ കോൺഗ്രസ് ഓഫീസിന്റെ ഈ ഭാഗം പരിശോധിച്ചപ്പോൾ എന്തെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് ബോധ്യമായതുപോലെ എനിക്കും ബോധ്യമായിട്ടുണ്ട്. എത്ര മീറ്റർ വീതിയുണ്ട് കോൺഗ്രസിന്റെ ഓഫീസിന് മുന്നിൽ? റവന്യൂ രേഖകൾ 23.7 മീറ്റർ വീതിയുണ്ട്. കയ്യേറ്റം ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കേണ്ടത് സർക്കാരിന്റെ വകുപ്പുകളാണ്. ഇപ്പൊ 15.5 മീറ്റർ ഉള്ള വീതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഗുണ്ടായുസത്തിന് മുമ്പിൽ ഞാൻ കീഴടങ്ങുന്ന വിഷയമില്ല. നിയമപരമായ അപേക്ഷകൾ ഞാൻ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ പൊതുജനം സംഘടിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഇക്കാര്യമാണ് വ്യക്തമാക്കിയത്. സുജയ, ഈ ദൃശ്യത്തിൽ ഈ കാണുന്നതാണ് കോൺഗ്രസിന്റെ ഓഫീസ് എന്നുള്ളത്. ഇവിടെ റോഡ് നിർമ്മാണം നടത്തിയപ്പോൾ കോൺഗ്രസ് ഓഫീസിന്റെ ഇരിക്കുന്ന സ്ഥലം പുറമ്പോക്കാണെന്ന് നേരത്തെ CPIM ജില്ലാ സെക്രട്ടറിയും ആരോപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന്റെ മുൻവശം അളന്നു തിട്ടപ്പെടുത്തിയ പോലെ തന്നെ കോൺഗ്രസ് ഓഫീസിന്റെ മുൻവശവും അളന്നു തിട്ടപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കളും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് 100% 23 മീറ്റർ ഇതിനകത്ത് പുറമ്പോക്കുണ്ടെങ്കിൽ എടുക്കാം. റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് എടുക്കാം. ആര് പറയുന്നു? അത് ജോർജിയുടെ അളവ്. അത് വീട്ടിൽ ചെന്ന് അത് ഇവിടെ നടക്കണ്ട. റവന്യൂവിൽ 23 ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ 15 ഒന്നുമില്ല. 23-33 വിഷയം. റോഡ് അളക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. പാർട്ടി ഓഫീസ് അളക്കുന്നതിന് ഉദ്യോഗസ്ഥർ വന്ന് അളക്കണം. ഗുണ്ടകളെ വെച്ച് അളക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പൊ റോഡിന് വീതിക്കുറവുണ്ടെങ്കിൽ വേറെ സ്ഥലം എവിടെയാന്ന് വെച്ചാൽ റവന്യൂ അറിയാമല്ലോ. അവർ സ്കെച്ച് വെച്ച് നമുക്ക് കണ്ടുപിടിക്കട്ടെ. റോഡിന് അപ്പുറത്തുണ്ടോ ഇപ്പുറത്തുണ്ടോ? ഞങ്ങളുടെ സ്ഥലത്തിനകത്ത് 1 സെന്റ് സ്ഥലം പുറമ്പോക്കുണ്ടെങ്കിൽ ഞങ്ങൾ പൊടിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അത് യാതൊരു മടിയുമില്ല. പക്ഷേ ഗുണ്ട വെച്ച് അളക്കാൻ പറ്റത്തില്ല. റവന്യൂ ഉദ്യോഗസ്ഥരെ ഐഡന്റി കാർഡ് ഇട്ട് അളക്കാൻ ഞങ്ങൾ അംഗീകരിക്കും. അളക്കുന്നതിനെതിരല്ല. സുജയ, കോൺഗ്രസ് നേതാക്കൾ ഇതാണ് പറയുന്നത്. അതായത് മന്ത്രിയുടെ ഭർത്താവ് നേരിട്ട് വന്ന് അദ്ദേഹത്തിന്റെ ആളുകളെ കൊണ്ട് സ്ഥലം പരിശോധിക്കാൻ അനുവദിക്കില്ല. മറിച്ച് റവന്യൂ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സ്ഥലം പരിശോധിക്കുകയാണെങ്കിൽ അതിന് തങ്ങൾ സമ്മതിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും ഒരു പുതിയ നടപടി എന്നുള്ളത് റവന്യൂ ഉദ്യോഗസ്ഥർ ഈ ഭാഗത്ത് 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നുണ്ട്. പുറമ്പോക്ക് ഭൂമി ഉണ്ടോ എന്ന് അളന്ന് തിട്ടപ്പെടുത്തുന്നുണ്ട്. ഈ റോഡിന്
റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓട നിർമ്മാണത്തിലെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്നാണ് പ്രധാനമായിട്ടും ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. അത് കോൺഗ്രസ് നേതൃത്വവും ഒപ്പം തന്നെ കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള KK ശ്രീധരൻ ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ചതോടെ ആണ് CPIM ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായത്. തുടർന്നാണ് ഇന്നലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഉദ്യോഗസ്ഥരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വിളിച്ചു ചേർത്തൊരു യോഗം അവിടെ അടൂരിൽ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇവിടെ ഭൂമി അളന്ന് പുറമ്പോക്ക് ഭൂമി ഉണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ ഈ ഭാഗത്ത് ഭൂമി അളന്ന് പുറമ്പോക്ക് ഭൂമി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അതിനിടയിലാണ് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന് മുൻവശത്തുള്ള ഭൂമി അളന്നത്. ഈ പദ്ധതി പ്രകാരം റോഡിന് 12 മീറ്റർ വീതിയാണ് വേണ്ടത്. അതായത് റോഡിന്റെ മധ്യഭാഗത്ത് നിന്നും 6 മീറ്റർ ഒരു വശത്തേക്കും 6 മീറ്റർ മറുവശത്തേക്കും, അത് ഓടയുൾപ്പെടെയാണ് 12 മീറ്റർ വീതി എന്ന് പറയുന്നത്. എന്നാൽ ഈ 12 മീറ്റർ വീതി ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന്റെ മുൻവശത്ത് ഉണ്ട് എന്നാണ് റവന്യൂ അധികാരികളും ഒപ്പം തന്നെ ഈ റോഡ് നിർമ്മാണത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും ഡെപ്യൂട്ടി സ്പീക്കറും ഇന്നലെ തന്നെ വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജോർജ് ജോസഫ് ഈ ഭൂമി അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന്റെ മുൻവശം അളക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് 17 മീറ്ററും ഒരു ഭാഗത്ത് 12 മീറ്ററും വീതി കൃത്യമായി കാണിച്ചു എന്നാണ് ജോർജ് ജോസഫ് പറയുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം സമീപത്ത് തന്നെയുള്ള കോൺഗ്രസ് ഓഫീസിന്റെ ഭാഗത്തേക്ക് പോയത്. അവിടെ അത് പുറമ്പോക്ക് ഭൂമിയിലാണ് ആ ഓഫീസ് ഉള്ളത് എന്നുള്ളതാണ് മന്ത്രിയുടെ ഭർത്താവിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ടേക്ക് നേരിട്ട് ചെന്നപ്പോഴാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു സംഘർഷം അവിടെ ഉണ്ടായത്. കോൺഗ്രസ് പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുകയും മന്ത്രിയുടെ ഭർത്താവിനെ ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ, തങ്ങളുടെ ഓഫീസിന്റെ മുൻവശത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ അനുവദിക്കില്ല എന്നൊരു നിലപാടെടുത്തു. തുടർന്ന് വാക്കുതർക്കമുണ്ടായി. അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് ജോർജ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ മാറ്റുകയാണ് ചെയ്തത്. ഇതാണ് വിവാദപരമായിട്ടുള്ള ആ ഒരു ഓട എന്നുള്ളത്. ഈ ഓടയുടെ ഒരു വശത്ത് നിന്നും എതിർവശത്തേക്ക് 12 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ കൊടുമൺ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ പറയുന്നത് ഇവിടെ ഒരു ടൗൺഷിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു 12 മീറ്റർ പോരാ, 17 മീറ്റർ വീതിയിലാണ് ഇവിടെ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 4 മീറ്ററിൽ കൂടി ഓട മാറ്റണം എന്നുള്ള ഒരാവശ്യമാണ് കൊടുമൺ ഗ്രാമപഞ്ചായത്ത് നേതൃത്വവും ഉന്നയിച്ചിരിക്കുന്നത്. കൊടുമൺ പഞ്ചായത്ത് ഭരിക്കുന്നത് CPIM ആണ്. മന്ത്രിയുടെ ഭർത്താവിനെതിരായിട്ടുള്ള ഒരു ആരോപണം CPIM കൊടുമൺ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വന്നതാണ് ഇത് വിവാദമായത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലമാണ് ഈ ഓടയുടെ ഒരു വശം എന്നുള്ളത്. ഇവിടെ മുതൽ അപ്പുറത്തെ ഭാഗത്തേക്ക് കൃത്യം 12 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും 12 മീറ്റർ കഴിച്ച് ബാക്കി 5 മീറ്റർ കൂടി ദൂരത്തേക്ക് ഇവിടെ സ്ഥലമുണ്ട് എന്നാണ് കോൺഗ്രസും ഒപ്പം തന്നെ കൊടുമൺ ഗ്രാമപഞ്ചായത്തും പറയുന്നത്. അപ്പോൾ 5 മീറ്റർ സ്ഥലത്ത് കൂടി ഇറക്കി ഓട നിർമ്മിച്ചുകൂടെ എന്നാണ് കൊടുമൺ ഗ്രാമപഞ്ചായത്തും ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും ഉന്നയിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ, വീണ ജോർജ് ഇക്കാര്യത്തിൽ വിശദീകരിച്ചത് താൻ MLA ആകുന്നതിനും എത്രയോ വർഷം മുൻപ് ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ്. ഈ കൊടുമണ്ണിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവിടെ ഒരു 22 സെന്റ് സ്ഥലമാണ് ജോർജ് ജോസഫിന്റെ പേരിലുള്ളത്. അവിടെ ബാങ്ക് വായ്പ എടുത്ത് കെട്ടിടം വെച്ചതാണ്. അതിന് മുന്നിലൂടെയാണ് ഇപ്പോൾ ഈ പ്രവീൺ സൂചിപ്പിക്കുന്ന ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് പോകുന്നതും. അവിടെ കിഫ്ബി അനുമതി കൊടുത്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ അന്ന് 17 മീറ്റർ വീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ 12നെ ചൊല്ലിയാണ് തർക്കം നടക്കുന്നത്. അവിടെ പല കാര്യങ്ങളിലും തിരിമറി നടക്കുന്നുണ്ട് എന്നുള്ളത് പ്രഥമദൃഷ്ട്യാ തന്നെ വ്യക്തമല്ലേ പ്രവീൺ? സുജിയ, ഇക്കാര്യത്തിൽ ഒന്നുകൂടി ഞാൻ വ്യക്തത വരുത്തി തരാം. അതായത് ഈ കാണുന്നതാണ് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള ആ കെട്ടിടം. ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അവിടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ മുൻവശത്ത് ഇവിടെയാണ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനായി ടൈൽ ഉൾപ്പെടെ വിരിച്ചിരിക്കുന്നത്. ഇത് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം ആണ്. അതിനുശേഷം ഈ കാണുന്ന ഭാഗത്തു നിന്നും ചുവടുകൾ മാത്രം മാറിയാണ് ഇപ്പോൾ ഓട നിർമ്മാണം നടക്കുന്നത്. ഈ ഓട നിർമ്മിക്കുന്ന ഈ അറ്റം മുതൽ, അതായത് ഓടയുടെ ഈ ഭാഗം മുതൽ കൃത്യം ആ വശം വരെ 13 മീറ്റർ നീളം ഉണ്ട് എന്നാണ് ജോർജ് ജോസഫ് പറയുന്നത്. അതെ, ഉദ്യോഗസ്ഥരും ഇത് സമ്മതിക്കുന്നു. അതായത് 12 മീറ്ററിലാണ് ഈ റോഡിന്റെ അലൈൻമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. 6 മീറ്റർ മധ്യഭാഗത്ത് നിന്നും ഈ ഓടയുടെ ഈ വശത്തേക്കും ഇരുവശത്തും ഈ ഭാഗത്ത് ഓടകളുണ്ട്. പക്ഷേ ഈ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത് ചിലയിടങ്ങളിൽ ഒരു വശത്ത് മാത്രം ഓടയുള്ളൂ എന്നാണ്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് മന്ത്രിയുടെ ഭർത്താവിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിന്റെ മുൻവശത്ത് റോഡിന്റെ ഇരുവശത്തും ഓടയുണ്ട് എന്നാണ് അലൈൻമെന്റ്
അലൈൻമെന്റ് കൃത്യമായി പറയുന്നത്. പക്ഷേ ആ 2 ഓടകളും ഉൾപ്പെടെ 12 മീറ്റർ വീതി മാത്രമാണ് ആ ഒരു അലൈൻമെന്റിൽ പറയുന്നത്. അത് ഓട ഉൾപ്പെടെയാണ്. പക്ഷേ 17 മീറ്റർ വീതിയിൽ ഇവിടെ സ്ഥലമുണ്ട്. അതായത് 17 മീറ്റർ വീതി കഴിഞ്ഞിട്ടാണ് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്തിന്റെ അതിര് ആരംഭിക്കുന്നത്. അപ്പോൾ വീണ ജോർജിന്റെ ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലവും അതിനുശേഷം ഞാനിപ്പോൾ നടക്കുന്ന ഈ ചുവടുകൾ മാത്രം മാറി ഈ ഓടയും തമ്മിൽ 4 മീറ്റർ 5 മീറ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 5 മീറ്റർ ദൂരം അത് ഉപയോഗശൂന്യമായി ഇവിടെ കിടക്കുന്നു. ആ 5 മീറ്റർ ദൂരം കൂടി റോഡ് നിർമ്മാണത്തിന് അതിന്റെ വീതി കൂട്ടുന്നതിന് ഉപയോഗിച്ചു കൂടെ എന്നാണ് കൊടുമൺ ഗ്രാമപഞ്ചായത്തും ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും ആദ്യം ഉന്നയിക്കുന്നത്. ഈ 5 മീറ്റർ ദൂരത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഇവിടെ ഈ തർക്കം നടക്കുന്നത്. പക്ഷേ അലൈൻമെന്റ് പ്രകാരം 12 മീറ്റർ വീതിയിൽ മാത്രമാണ് റോഡുള്ളത്. നാം ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നിലവിലെ അലൈൻമെന്റ് എന്നുള്ളത് 12 മീറ്റർ മാത്രമാണ്. ബാക്കിയുള്ള ഈ 5 മീറ്റർ സ്ഥലം അവിടെ ടൈൽ പാകുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കിഫ്ബിയുടെ ഇനിയും പ്രത്യേക അനുമതി വേണം, പ്രത്യേക പദ്ധതി അതിനുവേണ്ടി തയ്യാറാക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. ഈ ഒരു 12 മീറ്ററിൽ മാത്രം നിർമ്മാണം ഒതുങ്ങി നിൽക്കുന്നു. അത് ഈ ഓട ഉൾപ്പെടെ ഈ പറഞ്ഞ രീതിയിൽ ബാക്കിയുള്ള 5 മീറ്റർ ഭൂമി അത് സർക്കാരിൻ്റെ ഭൂമിയാണ്. ആ ഭൂമിയിൽ എന്ത് ചെയ്യണം എന്ന് സർക്കാർ തീരുമാനിക്കും. പക്ഷേ അങ്ങനെ തീരുമാനം എടുക്കണമെങ്കിൽ ഒരു പദ്ധതി തയ്യാറാക്കണം. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയായിരിക്കും. വേണമെങ്കിൽ ഇവിടെ ടൈൽ സ്ഥാപിക്കാം, നടപ്പാത സ്ഥാപിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ അലൈൻമെന്റിൽ അങ്ങനെ ഒരു തീരുമാനമില്ല. നിലവിലെ അലൈൻമെന്റ് പ്രകാരം ഈ കാണുന്ന ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് 12 മീറ്റർ വീതിയിൽ മാത്രമായിരിക്കും ഇവിടെ റോഡ് നിർമ്മിക്കുക. പക്ഷേ ഇതിന് എതിർവശത്ത് കൊടുമൺ ഗ്രാമപഞ്ചായത്തും ഒപ്പം തന്നെ കോൺഗ്രസും പറയുന്നത് ഈ പ്രദേശം ഇനി ടൗൺഷിപ്പായി മാറാനുള്ള സാധ്യതയുണ്ട് വിദൂര ഭാവിയിൽ. അങ്ങനെ വരുമ്പോൾ ഈ 12 മീറ്റർ പോരാ, ബാക്കിയുള്ള ഏറ്റെടുത്തിരിക്കുന്ന 5 മീറ്റർ സ്ഥലം കൂടി ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം KK ശ്രീധരനെ ഉന്നയിക്കുന്നത്. സാർ, ഇവിടെ ഇപ്പോൾ 17 മീറ്ററും 15 മീറ്ററുമാണോ നിങ്ങളുടെ ഈ പ്രോപ്പർട്ടിയുടെ മുന്നിലായിട്ടുള്ളത്? അല്ല, ഇവിടെ 17 മീറ്റർ അളന്ന് കണ്ടല്ലോ, അവിടെ 15 മീറ്റർ കണ്ടല്ലോ. ഇവിടെ വില്ലേജ് ഓഫീസിന്റെ രേഖകൾ ഉള്ളതിനേക്കാൾ സ്ഥലം ഉണ്ടെന്നുള്ള ബോധ്യമല്ലേ, ഞാൻ സ്കെച്ചിങ് കാണിച്ചല്ലോ. ഇപ്പോൾ ഈ ബാക്കിയുള്ള 5 മീറ്റർ സ്ഥലമുണ്ടല്ലോ, അതായത് നിലവിൽ 12 മീറ്റർ റോഡിന് വേണ്ടി അവിടെ എടുത്തിരിക്കുന്നു. 17 മീറ്റർ ഇവിടെ സ്ഥലമുണ്ട്. അങ്ങയുടെ പ്രോപ്പർട്ടി ഇതിന് ശേഷമാണ്, 17 മീറ്ററിന് ശേഷമാണ്. പ്രോപ്പർട്ടിക്ക് കല്ലിട്ട് വന്നതിലും പുറകിൽ 2 അടി മാറിയല്ലേ ഞാൻ ഇന്റർലോക്ക് ഇട്ടിരിക്കുന്നത്. ഈ 5 മീറ്റർ ആ സ്ഥലത്ത് കൂടി ഓട മാറ്റണം എന്നാണോ കോൺഗ്രസ് നേതൃത്വം? എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ പത്രങ്ങളിലൂടെയും TV-യിലൂടെയും കാണുന്നത് എനിക്കറിയുള്ളൂ. എന്നോട് ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. അങ്ങ് ഈ വിഷയത്തിൽ അലൈൻമെന്റ് മാറ്റുന്നതിനായി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം വന്നിരുന്നു. അത് ഏത് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയതെന്നുള്ളത് ഇപ്പോൾ വിവരാവകാശത്തിലൂടെ അറിയും. എനിക്ക് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഓൾറെഡി ഇവിടെ അളന്ന് മാറ്റിയിട്ടിരിക്കുക. ഇവിടെ ഇതുവഴി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇതിന്റെ അധികൃതർക്ക് ഓട നിർമ്മിക്കാനോ റോഡ് നിർമ്മിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞോ ചെയ്യരുതെന്ന് എന്നോട് ചോദിച്ചോ, ചെയ്യാൻ എന്നോട് അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതുമില്ല. വെറുതെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി മാലോകരെ മുഴുവൻ അറിയിച്ച് അപമാനിക്കുന്നതിനുള്ളൊരു ശ്രമം തുടങ്ങിയിട്ട് ഇത്രയും നാൾ ഞാൻ ഒരക്ഷരം പ്രതികരിക്കാതിരുന്നു. ഞാൻ കളക്ടർക്ക് അപേക്ഷ കൊടുക്കേണ്ടി വന്നു. ഇവിടെ അളന്ന് തിട്ടപ്പെടുത്തണം. ഇങ്ങനെ ഗുണ്ടായുസം കാണിക്കുന്നതാണോ ഇതിന്റെ മര്യാദ? ഞാൻ ചോദിക്കും, നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കല്ലേ, അവിടെ അളക്കുന്നതിനെ ആരാ ഭയക്കുന്നത്? റോഡ് അളക്കുന്നതിനെ ആരാ തടസ്സപ്പെടുത്തുക? പക്ഷേ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അങ്ങ് ഒരു ഒഫീഷ്യൽ അല്ല, അങ്ങ് എന്തിനാണ് അവിടെ നേരിട്ട് എന്ന് ആ ഭൂമി അളന്നത് എന്ന റവന്യൂ അധികാരികൾ വന്ന് അളക്കട്ടെ എന്നുള്ള ന്യായമാണ് കോൺഗ്രസ് പറയുന്നത്. റോഡിന്റെ വീതി അളക്കാനുള്ള അവകാശം ഏത് ഇന്ത്യൻ പൗരന്? റോഡിൽ പോലും നിൽക്കാൻ സമ്മതിക്കില്ല. പിന്നെ എന്താ അവസ്ഥ എവിടുത്തെ? റോഡിൽ നിങ്ങളോടൊപ്പം നിങ്ങൾ അളന്ന് കാണിക്കണം. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രവീൺ. ഇപ്പോൾ ഈ പ്രതികരണം കാണുന്നതിനൊപ്പം തന്നെയുള്ള ദൃശ്യങ്ങളിൽ റോഡിന്റെ വീതി എത്രയാണ് എന്ന് വ്യക്തമാക്കുന്ന സർവേക്കല്ലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ സർവേക്കല്ല് ഇട്ട് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയ റോഡ് നിർമ്മാണമാണ്. ആ ഓട വളഞ്ഞതെങ്ങനെ, വളച്ചതാണോ? അതാണ് ഇനി അറിയേണ്ടത്. അതിന്മേലുള്ള പ്രതിഷേധം എന്തായാലും കൊടുമണ്ണിൽ തുടരുകയാണ്.